വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ആമേൻ. കഴിഞ്ഞ നമ്മുടെ 3 days ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കൈമാറിയ ഒരു ദൈവശബ്ദമാണിത്. ആമേൻ. നമ്മൾ ആ ദൈവശബ്ദവുമായി നമ്മൾ കഴിഞ്ഞ ഏകദേശം 2-3 ആഴ്ചയായി നമ്മൾ അതിൽ തന്നെ തുടരുകയാണ്. ആമേൻ. സ്തോത്രം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. കർത്താവ് ഈ കാലത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നമ്മിൽ കൂടെ ദൈവം വലിയ, ചെറുതല്ല, വലിയ കാര്യങ്ങൾ തന്നെ ദൈവം നമ്മിൽ കൂടെ ചെയ്യാൻ പോവുകയാണ്. വചനം പറയുകയാണ്, പ്രവാചകൻ പ്രവചനാത്മാവിൽ ആമേൻ ഇസ്രായേലിനെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇതേ ദൈവശബ്ദം ഈ ദൈവസഭയോട് മാത്രമല്ല, ആമേൻ, കേരളത്തിലെ ഇന്ത്യയിലെ ദൈവസഭകളോട് പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആമേൻ. ആ പ്രകാശം മുഖേന യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റ കാര്യം, സഭ എഴുന്നേൽക്കണം. ആമേൻ. സഭ എഴുന്നേൽക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് സഭ എഴുന്നേൽക്കണം. ആരാ സഭ? സഭ എഴുന്നേൽക്കണം. ആമേൻ. ആരാ സഭ? ആരാ സഭ? ഞാനെന്ന വ്യക്തി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഞാനൊരു സഭയായി മാറുകയാണ്. ആമേൻ. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരവയവമായി നമ്മൾ മാറുകയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരു പാർട്ടാവുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയായി മാറുകയാണ്. ആമേൻ. രണ്ടാമത്തെ സഭ ഏതാ? അത് ക്രിസ്തു യേശുവിനാൽ രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം കർത്താവിൻ്റെ സഭയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം കർത്താവിൻ്റെ സഭയാണ്. ആമേൻ. മൂന്നാമത്തെ സഭ ഏതാണ്? മൂന്നാമത്തെ സഭയാണ് എല്ലാവരും കൂടെ കൂടി വരുന്ന ഈ കൂടി വരവ് ഒരു സഭയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ സഭ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമതായി ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കണം. രണ്ടാമത് എൻ്റെ കുടുംബം എഴുന്നേറ്റ് പ്രകാശിക്കണം. 3, നമ്മളെല്ലാം കൂടി വരുന്ന ഈ സഭ എഴുന്നേറ്റ് പ്രകാശിക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്വർഗം അത് ആഗ്രഹിക്കുകയും ദൈവം വെച്ചിരിക്കുന്ന ഒരു സീസണുമാണിത്. ആമേൻ. നമ്മൾ ദൈവിക സമയങ്ങളെ തിരിച്ചറിയാതെ പോകരുത്. ഇതൊരു ദൈവിക ടൈമാണ്. ആമേൻ. നമ്മളിതിനെക്കുറിച്ച് ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കണം എന്ന ഒരു ഏരിയയുമായി നമ്മൾ ഇരുന്നു. കാരണം വചനം പറയുന്നു, ഓൾറെഡി നമ്മുടെ പ്രകാശം വന്നിട്ടുണ്ട്. എവിടെ വന്നു? എവിടെ വന്നേ നിങ്ങളുടെ പ്രകാശം? ആരാ പ്രകാശം? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ആ സത്യ വെളിച്ചം ആരാണ്? അവൻ നമ്മുടെ ഇടയിൽ പാർത്തവനാണ്. അവൻ്റെ പേര് നസ്രേനായ യേശു ക്രിസ്തു. ആമേൻ. ആ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഓൾറെഡി ഉദിച്ചിരിക്കുകയാണ്. ആമേൻ. ആ ഉദിച്ച ക്രിസ്തു യേശുവിനാലുള്ള പ്രകാശം നമ്മിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുണ്ട്. ഒന്ന് പറഞ്ഞേ, നമ്മുടെ ഉള്ളിലുണ്ട്. വേറെ ഒരിടത്തുമല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഫാമിലിയിലുണ്ട്. നമ്മളായിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ട്. ആമേൻ പറയാമോ? പ്രകാശം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഫാമിലിയിലുണ്ട്, നമ്മുടെ ഈ കൂട്ടായ്മയിൽ. പറയാമോ? എന്നിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്,
എൻ്റെ തലമുറകളിലുണ്ട്. ഞാനായിരുന്ന ഈ കൂട്ടായ്മയിൽ ക്രിസ്തു എന്ന പ്രകാശമുണ്ട്. ആമേൻ. അപ്പോൾ ക്രിസ്തു എന്ന പ്രകാശം അവിടെ ഉണ്ടെങ്കിൽ അവിടെ മറ്റൊന്നില്ല. ഏതാ അത്? എന്താ? ഇരുട്ടില്ല. ആമേൻ പറ. ആമേൻ. ഈ സീസണിൽ നീ ഇരുട്ടിനകത്ത് തപ്പി തടയേണ്ടവനല്ല, പ്രകാശത്തിൽ എഴുന്നേൽക്കേണ്ടവനാണ്. നീ ഈ സീസണിൽ ആമേൻ ഇരുട്ടിൻ്റെ ആത്മതലങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോകാനുള്ളവനല്ല, പകരം നീ പ്രകാശമായി ഉദിക്കേണ്ടവനാണ്. ഹുഡബലക ശാന്തരാലക തിരിബിരിയ പ്രബലഘടകതന വൈഡബലഘടക ശതലഘടകതനക സിയാന്തൽക്കമനഘടകതന റിഖ ലമാരഹസ്യ പ്രബലഘടകതന. ഹല്ലേലൂയ. ആമേൻ. ഈ സീസണിൽ എന്താകരുത്? ഇരുട്ടിലാകരുത്. ആമേൻ. ഇരുട്ടിലാകരുത്. ഇരുട്ടിലാകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രകാശത്തിൽ നടക്കണം. ആമേൻ പറഞ്ഞാട്ടെ. എങ്ങനെയെങ്കിലും നടക്കരുത്. ഇരുട്ടിൽ നടന്നിട്ട് പാസ്റ്റർ എന്നിൽ ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ കാര്യമില്ല. പകരം ഞാൻ എവിടെ നടക്കണം? പ്രകാശത്തിൽ നടക്കണം. എന്താ പ്രകാശം? ടോർച്ചടിച്ച് നടക്കാനാണോ പറഞ്ഞത്? എന്നാൽ പിന്നെ രാവിലെയും വൈകിട്ടും എല്ലാം ഞാൻ ഒരു ടോർച്ചും പിടിച്ച് നടക്കാൻ പോവുക ആണോ? പിന്നെ എന്നാ അവിടെ പറയുന്നേ? അവിടെ പറയുന്ന ഒറ്റ കാര്യം, നീ ക്രിസ്തുവിൽ നടക്കണം. ആമേൻ പറ. നീ ക്രിസ്തുവിൽ നടക്കണം. ആരാ ക്രിസ്തു? വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അടുത്ത എന്നാ പറയുന്നത്? ആ വചനം മനുഷ്യരുടെ വായിച്ചേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ എന്തുണ്ടായിരുന്നു? ജീവൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഏതിലാ ജീവനുള്ളത്? പറ. വചനത്തിൽ. വചനത്തിൽ ജീവനുണ്ട്. ആമേൻ. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്തുണ്ടാകും എന്നാ പറഞ്ഞേ? ജീവനുണ്ടാകും. എന്തുണ്ടാകും പറഞ്ഞേ? ജീവനുണ്ടാകും. ആരിൽ ജീവനുണ്ട്? വചനം ആരാ? വചനം ദൈവമായിരുന്നു. ആ വചനത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. ആ വചനം ഇപ്പൊ എവിടെയുണ്ട്? റോമാലേഖനം പറയുന്നു, ആ വചനം നിങ്ങളോട് കൂടെയുണ്ട്. ആ വചനം ഇപ്പോൾ നമുക്ക് എഴുതപ്പെട്ട് നമ്മുടെ കരങ്ങളിൽ നൽകിയിട്ടുണ്ട്. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വചനം നമ്മുടെ കൂടെയുണ്ട്. ആ വചനം നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട്. ആ വചനത്തിൽ നീ ജീവിക്കാൻ തയ്യാറായാൽ നിന്നിൽ മരണമല്ല, നിന്നിൽ ഇരുട്ടല്ല, നിന്നിൽ വെളിച്ചം, നിന്നിൽ ജീവൻ, നിന്നിൽ ആരോഗ്യം, നിന്നിൽ സൗഖ്യം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ വചനത്തിനോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? ലൈഫും ലൈറ്റും. ആമേൻ പറഞ്ഞാട്ടെ. ലൈഫും ലൈറ്റും. ലൈഫും ലൈറ്റും. ആമേൻ. ആമേൻ. ആഹാരം കഴിച്ചാലും ലൈഫ് ഉണ്ടാകും, പക്ഷെ ആഹാരം കഴിച്ചാൽ ലൈറ്റ് ഉണ്ടാകത്തില്ല. സേ ആമേൻ. പക്ഷെ നീ ഇത് കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ലൈഫും ലൈറ്റും നിന്റെ ലൈഫിനകത്തുണ്ടാകാൻ പോവുകയാണ്.
ഓ, ഈ സീസണിൽ പരിശുദ്ധാത്മാവ് അസാധാരണമായി വചനത്തോടൊപ്പം ഇരിക്കുന്ന ഒരു ആത്മതലത്തെ ദൈവജനത്തിൻ്റെ മേൽ തുറക്കാൻ പോവുകയാണ്. ദൈവജനത്തിൻ്റെ മേൽ തുറക്കാൻ പോവുകയാണ്. വചനത്തോടൊപ്പം ഓ, വചനത്തെ ഭക്ഷിക്കുന്ന, വചനത്തെ ആഹാരമാക്കുന്ന ഒരു തലമുറ. ഹുഡബലക ശംദല രഗദല ഘടകദല റഗേലിയ പ്രബല ഘടകദല ഹർഷ പ്രബല ഘടകദല. ആ ചുരുളുകൾ തിന്നാൻ തയ്യാറാവുക. ആമേൻ. ആ ചുരുളുകളെ തിന്നാൻ തയ്യാറാവുക. ഈ സീസണിൽ നീ വചനം വായിക്കുമ്പോൾ ഒന്നും തന്നെ മറയാതെ വണ്ണം, ഒന്നും തന്നെ തുറക്കപ്പെടത്തില്ല എന്ന് ഇതുവരെ ഇരുന്ന് കാണും. പക്ഷെ ഇനി തുറന്ന് ആത്മാവിൽ വചനമെന്ന് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുവാൻ ഹോളി സ്പിരിറ്റ് അടുത്ത ഒരു ആത്മതലത്തെ ഇന്ന് പകലിൽ തുറന്നു തരികയാണ്. ഹല്ലേലൂയ. വൈഡബലഘടക ശ്യാം പ്രബലഘടകധന. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വചനം അങ്ങനെ തിന്നണമെന്ന്, വചനത്തോടൊപ്പം ഇരിക്കണമെന്ന്? ഒരിക്കലും അത് മനുഷ്യനെ കൊണ്ട് പറ്റുന്നതല്ല. സേ ആമേൻ. പറ, എന്നെ കൊണ്ട് സ്വയമേ പറ്റുന്ന കാര്യമല്ല അത്. പറയുന്നില്ലേ? പറ, എന്നെ കൊണ്ട് സ്വയമേ ഈ തിരുവഴുത്തിൻ്റെ മുമ്പേ ഇരിക്കാൻ കഴിയത്തില്ല. പിന്നെ ആരെ കൊണ്ട് കഴിയൂ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാണ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലർ ഒരൊറ്റ വേടുമായി, ഒരൊറ്റ വാക്കുമായി ഒരു ദിവസം മുഴുവൻ തീർന്നാൽ പോലും ആ വാക്കിനകത്ത് തന്നെ ഉറ്റിരിക്കുന്ന പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. അങ്ങനെ ഉറ്റിരിക്കുന്ന ഒരു തലമുറ. പ്രബലഘടകധന. വചനത്തിൽ ഉറ്റിരിക്കുന്ന ഒരു തലമുറ, വചനത്തിൽ ഒറ്റിരിക്കുന്ന തലമുറ, വചനത്തിൻ്റെ വെളിപ്പാടിൽ ഉറ്റിരിക്കുന്ന തലമുറ, വെളിപ്പാടിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറ. ഹുഡബലക ശാന്തല രഗദല ഘടകദല അന്തര രഗദല ഘടകദിയം പ്രബൽ കമന ഘടകദല ഹുഡബലക ശാന്തരേ. ഹല്ലേലൂയ. ആമേൻ. വചനം നിന്റെ ഉള്ളിൽ വന്നാൽ ലൈഫും വെളിപ്പെടും, ലൈറ്റും വെളിപ്പെടും. ആമേൻ. ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വചനം പറഞ്ഞു ഭൂമിക്ക് ലൈറ്റ് ഇല്ലായിരുന്നു, ഭൂമി പാഴും. ലൈറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരൊറ്റ കാര്യം, പാഴാകും, ശൂന്യമാകും. ആമേൻ. 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 ഇന്ന് നിന്റെ ലൈഫിനകത്ത് നിന്ന് ശൂന്യത മാറണോ? ഇതുമായി ഇരുന്നാൽ മതി. അതെങ്ങനെ ഇരിക്കാൻ പറ്റും? ത്രൂ ഹോളി സ്പിരിറ്റ്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനൊരു സഹായം, അങ്ങനൊരു ഡിവൈൻ ഹെൽപ്പ് ഈ നാളുകളിൽ ദൈവജനത്തിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. ആമേൻ. സത്യത്തിൻ്റെ ആത്മാവ്. അല്ലെങ്കിൽ യേശു പറഞ്ഞു ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥൻ വരും. യെസ്, നിങ്ങളെ റീറൂട്ട് ചെയ്യുന്ന കാര്യസ്ഥൻ ഈ നാളുകളിൽ നിങ്ങളെ വചനത്തിൽ ഉറ്റിരിക്കുവാൻ, വചനത്തിൻ്റെ വെളിപ്പാടിൽ ഉറ്റിരിക്കുവാൻ, വചനത്തിൽ ആമേൻ തന്നെ തുടരുവാൻ, ആമേൻ നിങ്ങളെ സഹായിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് ഈ നാളുകൾ റെഡിയാവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും വാഞ്ചിച്ചിട്ടും എത്ര തന്നെ ശ്രമിച്ചിട്ടും ആമേൻ ഇതിനകത്ത് ഉറ്റിരിക്കാൻ കഴിയാത്ത ചിലരോട് ആത്മാവ് പ്രവചിക്കുകയാണ്, നിന്റെ സീസണാണിത്, നിന്റെ ടൈമാണിത്. ഈ സീസണിൽ നീ പോലും അറിയാതെ ആമേൻ ദൈവവചനമെന്ന ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ആമേൻ ആ വചനത്തിൻ്റെ ലൈറ്റിനെയും ലൈഫിനെയും നിന്നിലേക്ക് തുറന്നു തരാൻ പോവുകയാണ്. ഹുഡബലക ശാന്തരേ. ഹല്ലേലൂയ. അപ്പൊ വചനം പറയുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക.
അപ്പൊ എഴുന്നേറ്റ് പ്രകാശിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കാരണം ഓൾറെഡി നമ്മുടെ ലൈറ്റ് വന്നു, നമുക്ക് വേണ്ടി യഹോവയുടെ തേജസ്സും എന്ന് പറഞ്ഞ ഓൾറെഡി നമുക്ക് വേണ്ടി എല്ലാം ആത്മമണ്ഡലം ഒരുക്കി കിടത്തിയിരിക്കുക. ആമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെല്ലാം, ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ഒരു ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങൾ ആമേൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുക? ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഏരിയ, നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എല്ലാം ദൈവം വന്ന് തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, ദൈവം വന്നെല്ലാം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങൾക്ക് വചനം വായിക്കുമ്പോൾ അറിയാം, ശിംശോനെ പുതിയ കയർ കൊണ്ട് ബന്ധിച്ചല്ലേ? ബന്ധിച്ചോ? ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ ഈ കയറെന്തായി? ചണനൂല് പോലെ കരിഞ്ഞു. അടുത്ത ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഹോളി സ്പിരിറ്റ് ഇത്രയും കാര്യം ചെയ്തു. തന്നെ കെട്ടിയ ബന്ധനത്തിൻ്റെ പവറിനെ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. ഇനി അടുത്തത് ആരെന്ത് ചെയ്യണം? ശിംശോൻ എന്ത് ചെയ്യണം? പവർ പോയ കയറിനെ പിടികിട്ടുന്നുണ്ടോ? ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി 99% കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട 1% നമ്മളും കൂടെ ചെയ്താൽ കാര്യം ക്ലിയർ ആവും. ആമേൻ. ആമേൻ. യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. 99% കർത്താവ് ചെയ്യേണ്ടത് 100% ക്ലിയർ ആക്കി. ഇനി ആരെന്ത് ചെയ്യണം? നമ്മളോട് പറയുക, ഇനി നീ ചെയ്യുന്നിട്ട് ഭൂതങ്ങളെ നീ എന്ത് ചെയ്യണം? സർപ്പങ്ങളെ പിടിച്ചടക്കണം. നീ എന്ത് ചെയ്യണം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഹോളി സ്പിരിറ്റ് വന്ന് ചെയ്യത്തില്ല. സേ ആമേൻ. മോശയോട് പറഞ്ഞു, മോശേ നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നേ? ഞാൻ കാറ്റടിപ്പിക്കാം, ഞാൻ ആ ചെങ്കടലിനെ രണ്ടാക്കാം. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യം, നിന്റെ വടിയെടുത്ത് നീട്ടി വിഭാഗിക്കണം. ആമേൻ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? ആമേൻ. എല്ലാം ദൈവം ചെയ്തു തരുമെന്നല്ല, ദൈവം എല്ലാ മേഖലകളിലും നമ്മെ അതിഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് സത്യം. ആമേൻ. ആമേൻ. 99% നമ്മെ ഹെൽപ്പ് ചെയ്യും. 1% നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കാണത്തില്ല. നമ്മളൊന്ന് നിന്ന് കൊടുത്ത് ഈ 99% വിശ്വസിച്ചുകൊണ്ട് എന്താണോ കർത്താവ് പറയുന്നത് അതെന്ത് ചെയ്യുക? അത്രയേ ഉള്ളൂ. മനുഷ്യൻ വേറെ ഒന്നും ചെയ്യണ്ട. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. ഏദനിൽ ആദമിന് ഒറ്റയ്ക്കിരിക്കുന്നത് അന്നല്ലെന്ന് ആര് കണ്ടു? ആദമോ ദൈവമോ? ദൈവമാ കണ്ടത്. ആ ദൈവം കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്ന് മൃഗങ്ങളെ നിർമ്മിച്ചു. എന്നിട്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്തിനാ? ദൈവം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ? എന്തിനാ അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്? കാരണം ഇനി നീ കണ്ടെത്തണം. ആമേൻ പറഞ്ഞാട്ടെ. ദൈവം ഒരുക്കേണ്ടതല്ല, ഒരുക്കിയിട്ടുണ്ട്. ഇനി നീ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ചൂസ് ചെയ്യണം. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചില മേഖലകളിൽ സംഭവിക്കുന്ന കാര്യം, ദൈവമക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യം, ദൈവം 99% ചെയ്യും. ദൈവമക്കൾ എന്ത് ചെയ്യത്തില്ല? 1% പോലും ഒന്ന് സ്റ്റെപ്പ് ചെയ്യത്തില്ല. മറ്റൊരു ഏരിയ ഉണ്ട്, ദൈവം ചെയ്യേണ്ട കാര്യം കൂടെ ദൈവമക്കൾ ചെയ്യും. 99% ദൈവമക്കൾ ചെയ്യും. എന്നിട്ട് 1% ദൈവം ചെയ്യാൻ വേണ്ടി. ഇത് രണ്ടും റോങ് ആയ കാര്യമാണ്. ആമേൻ. ഒറ്റ കാര്യം, ഈ നമ്മുടെ നാടൻ ചൊല്ലുണ്ട്, ദൈവം പാതി മനുഷ്യൻ പാതി. ഒരിക്കലും ഇല്ല. ദൈവം പാതിയല്ല, ദൈവം 99% ചെയ്തിട്ടാ തരുന്നേ.
നമ്മുടെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവരുടെ ദൈവം അങ്ങനെയായിരിക്കും. നമ്മുടെ ദൈവം നിങ്ങൾ എന്നെ ഹാപ്പി അല്ലേ? നമ്മുടെ ദൈവം 99% ചെയ്തിട്ട്, ദൈവം ചെയ്യേണ്ട മുഴുവൻ കാര്യവും ദൈവം ചെയ്തിട്ട് ഒരൊറ്റ % നമ്മളോട് പറയും നീ ഒന്നും ചെയ്യേണ്ട, ഒന്ന് വടി നീട്ടിയാൽ മതി, ഒന്ന് കൽപ്പിച്ചാൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി, നീ പോ എന്ന് പറഞ്ഞാൽ മതി, നീ വാ എന്ന് പറഞ്ഞാൽ മതി, നീ ഇത്രയൊക്കെ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? സംഭവിക്കും. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. കാരണം ദൈവം ബാധി ഞാനും ബാധിയായ പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ആരെടുക്കും? പറ, ആരെടുക്കും? മനുഷ്യരെടുക്കും. കാരണം ദൈവം പകുതിയല്ലേ ഉള്ളൂ, ഞാനല്ലേ ബാക്കി പകുതി ചെയ്തേ. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, ആമേ. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരൊറ്റ % കാര്യമാണ്. ഈ കാര്യത്തെ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യാൻ തയ്യാറായ, എന്ത് വിശ്വസിക്കണം? 99% ദൈവം ചെയ്തു കഴിഞ്ഞു. ഇനി ഒറ്റ % എന്താണ് ഹോളി സ്പിരിറ്റ് പറയുന്നത്? അവിടെയും എന്താ? നമ്മുടെ ഐഡിയ അല്ല, അവിടെയും ദൈവമെന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒന്ന് നടന്നാൽ മതി. ആമേൻ, 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 ആമേൻ. നീ ചെയ്തെന്നല്ല, ഞാൻ ചെയ്തെന്നല്ല, പകരം ദൈവം ചെയ്തു. ആമേൻ, ആമേൻ. അപ്പൊ എവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് അതിൻ്റെ അർത്ഥം നമ്മൾ പ്രകാശിക്കണമെങ്കിൽ എഴുന്നേൽക്കണം. എവിടെ നിന്ന് എഴുന്നേൽക്കണം? വചനം വായിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. വചനം വായിക്കുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നു അതുപോലെ പോകും. വചനം പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഇതിനകത്ത് എത്ര പേർ മരിച്ചവരുടെ ഇടയിൽ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്? മരിച്ചവരുടെ ഇടയിൽ, ഞാൻ പറഞ്ഞ ഫിസിക്കലായി മരിച്ചവരുടെ ഇടയിൽ. മോർച്ചറിയിൽ പോയി കിടന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? കല്ലറയിൽ പോയി കിടന്നവര് ആരെങ്കിലും ഉണ്ടോ? എന്താ പോകാത്തെ? പേടിയാ. അമ്മേ, എത്ര സ്നേഹമാണെങ്കിലും എത്ര ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ പോയി കിടക്കുമോ? മരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും മരണം വരുമ്പോഴത്തേക്കും അവിടെ ബന്ധമൊക്കെ പറഞ്ഞേ, ബന്ധമൊക്കെ. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നിട്ട് പറയുകയാണ്. യേശു പറഞ്ഞൊരു വേടുണ്ട്, നീ എന്നെ അനുഗമിക്കുന്നെങ്കിൽ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മക്കളെ വിട്ടിട്ട് എന്നെ പറഞ്ഞേ, വിട്ടിട്ട്. ഇത് പറയുമ്പോൾ പാസ്റ്റർ കുറ്റക്കാരനും ദൈവവചനവും കുറ്റക്കാരനാണ്. എന്നാൽ ഞാൻ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ആ മരിച്ചവരുടെ കൂടെ പോയി കിടക്കുമോ? എന്താ കിടക്കാത്ത? അപ്പം നമുക്ക് അറിയാം അത് ഡേഞ്ചറാണെന്ന്. ചില സോൾട്ടേകളൊക്കെ ബ്രേക്ക് ആകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ബന്ധങ്ങളെ ഇങ്ങനെ കട്ട് ചെയ്യുകയുള്ളൂ. പക്ഷെ മരിക്കുന്നതിന് മുന്നമേ നമ്മൾ ചിലതിനെ ബ്രേക്ക് ചെയ്യണം. യേശു പറഞ്ഞു, അപ്പനെ അമ്മയൊക്കെ വിട്ടിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാൽ പിന്നെ ഞാൻ അപ്പനെ ഉപേക്ഷിക്കുന്നു, അമ്മയെ ഉപേക്ഷിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നു, ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഞാൻ പോവുക. ഇതാണോ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം?
അതിൻ്റെ റിയൽ മീനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാൾ മരിച്ചു, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാ, അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരെ നമ്മൾ ഓർക്കുന്നില്ലെന്നാണോ? അല്ലെങ്കിൽ നമ്മൾ അവരെ സ്നേഹിച്ചിട്ടില്ലെന്നാണോ? അല്ല, അവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു വേർപെടൽ സംഭവിക്കുകയാണ്. എന്നതുപോലെ വചനം പറയുന്നു, നമ്മൾ ആത്മമനുഷ്യരാണ്. നമ്മൾ ആരാണ്? ആത്മാവാണ്. ദൈവം ആരാണ്? ആത്മാവാണ്. അപ്പൊ നമ്മൾ ആരാണ്? അപ്പൊ നമ്മളും ദൈവവും ആരാണ്? ആമേൻ. നമ്മൾ ആരോടൊപ്പം ചേർന്നിരിക്കുന്നു? ക്രിസ്തുവിനോട് ചേർന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവുമായി ഒന്നിച്ച് നമ്മൾ ഏക ആത്മാവായി മാറിയിരിക്കുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവാത്മാവിൽ ജനിക്കപ്പെട്ട നമുക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മെ വെളിപ്പെടുത്തുന്ന കാര്യം, നമ്മൾ ആരാ? ആത്മാവാണ്, ആത്മമനുഷ്യരാണ്. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവ് മറ്റുള്ള മാനുഷിക ആത്മാവുമായിട്ട് എന്ത് ചെയ്യണം? പൈശാചിക ആത്മാവുമായിട്ട് എന്ത് ചെയ്യണം? പറഞ്ഞേ. ഡിസ്കണക്റ്റ് ആകണം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. വചനം പറയുന്നു, മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഇപ്പം സാന്ദ്രയ്ക്ക് മനുഷ്യാത്മാവ്, തൻ്റെ ഒരാത്മാവുണ്ട്, സിസ്റ്റർക്ക് ഒരാത്മാവുണ്ട്. ഇപ്പോൾ ഒരു പെയിൻ ഉണ്ടായാൽ, ആർക്കെങ്കിലും ഒരു പെയിൻ ഉണ്ടായാൽ രണ്ടുപേരെയും ബാധിക്കില്ലേ? അത് ഒരാൾക്കേ ബാധിക്കുള്ളൂ. ഇനി 100 കിലോമീറ്ററിന് അപ്പുറത്ത് ആർക്കെങ്കിലും ഒരു പെയിൻ ഉണ്ടായി, നിങ്ങളെ ആരെങ്കിലും ബാധിക്കുമോ? ബാധിക്കുമോ? പറ, ബാധിക്കുമോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ബാധിക്കുമോ? ഇല്ല. ഇനി 100 കിലോമീറ്ററിന് അപ്പുറം നമ്മുടെ ബന്ധത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ബാധിക്കുമോ? പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? അപ്പൊ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ആത്മാവുമായിട്ട് കണക്റ്റ് ആയിരിക്കുക അവരൊക്കെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞ ബ്ലഡ് റിലേഷനുമായി, ബ്ലഡ് ലൈനുമായി. എന്തുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ, നീ നിന്റെ അയൽപ്പക്കക്കാരനെയൊക്കെ വിട്ടിട്ട് ഓടണമെന്ന് പറഞ്ഞോ? എന്നെ അനുഗമിക്കാൻ പറഞ്ഞോ? ഇല്ല. യേശു കർത്താവ് ഫോക്കസ് ചെയ്ത് പറഞ്ഞതാ, അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മക്കൾ. ആരാ ഇവരൊക്കെ? പറഞ്ഞേ. ബ്ലഡ് റിലേഷൻ. വചനം പറയുന്നു, രക്തത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ബ്ലഡിൽ എന്തുണ്ടായിരുന്നു? ജീവനുണ്ട്. ആ ജീവന്റെ പകർച്ച എവിടെയുണ്ട്? ഓരോരുത്തരുടെയും ബ്ലഡിൽ അതുമായി കണക്റ്റഡ് ആണ്. ആമേൻ പറഞ്ഞാട്ടെ. ഓക്കേ. അപ്പൊ നമ്മുടെ ബ്ലഡ് ലൈൻ ഒന്ന് പറഞ്ഞ. ബ്ലഡ് ലൈൻ പറ. ബ്ലഡ് ലൈൻ. ബ്ലഡ് ലൈൻ നമ്മുടെ അതിനകത്തൊരു ലൈഫുണ്ട്. ബ്ലഡിനകത്ത് എന്തുണ്ട്? ലൈഫുണ്ട്. ഈ ബ്ലഡുമായി ആരൊക്കെ കണക്റ്റ് ആയിരിക്കുന്നോ സംഭവിക്കുന്ന കാര്യം, അവരുടെ ജീവൻ നമ്മളിലേക്ക് നമ്മുടെ ജീവൻ പകരുക. ഒന്നും കൂടെ പറഞ്ഞാൽ, ഈ ജീവൻ ഏതാ? അതിനെയാണ് സോൾ എന്ന് പറയുന്നത്. സയാമേ. എന്താണ് സോൾ? ഇത് കാണാൻ കഴിയത്തില്ല. എത്ര പേർ രക്തദാനം നടത്തിയിട്ടുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്, അതുകൊണ്ടാണ് കൈ പൊക്കിയേ.
നിങ്ങൾക്കറിയാമോ, രക്തദാനം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ സോള് അവരുടെ സോളുമായിട്ട് കണക്റ്റ് ആകും. അവരുടെ സോള് നിങ്ങളുടെ സോളുമായിട്ട് സംഭവിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, എന്നെ ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, പാപം എന്നത് ഒരു ഡോറാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഒരു സ്പിരിച്വൽ ഡോറാണ്. എന്താണ്? ഒരു സ്പിരിച്വൽ. എന്നോടൊപ്പം പറയണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? പാപം എന്നത് സ്പിരിച്വൽ ഡോറാണ്. അപ്പൊ ഈ പാപം ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഒരു ഡോർ ഓപ്പൺ ആവുകയാണ്. ആരിലേക്കാണെന്നറിയാമോ? 2 തലങ്ങളിലേക്കാണ്. എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോണം. 2 തലങ്ങളിലേക്കാണ് ഈ ഡോർ ഓപ്പൺ ആകുന്നത്. ഒന്ന്, മനുഷ്യരിലേക്ക്. ആമേ പറഞ്ഞാട്ടെ. 2, ഈ ഭൂമിയിലേക്ക്. സേയാമേ ഇടുന്നുണ്ടോ? 2 തലങ്ങൾ, 2 ഏരിയയിലേക്ക്. ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ, ആ പാപം ചെയ്യുമ്പോൾ 2 തലങ്ങളിലാണ് ഈ ഡോർ ഓപ്പൺ ആകുന്നത്. ഒന്ന്, മനുഷ്യനിലേക്കും. 2, ലോകത്തിലേക്കും. വചനം റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകത്തിൽ. അപ്പം എവിടെ കടക്കും? പാപമെന്നത് ഒരു സ്പിരിച്വൽ ഡോറാണ്. പാപം എന്നത് ഒരു സ്പിരിച്വൽ ഡോറാണ്. സേയാമേ. പാപം എന്ന സ്പിരിച്വൽ ഡോറ് 2 ഇടങ്ങളിലാണ് തുറക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ മനുഷ്യനിലേക്കും, 2, ആ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ലോകത്തിലും ഒരു ഡോർ തുറക്കും. ഇത് തുറക്കുമ്പോൾ ഈ ഡോറ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഒരു സ്പിരിച്വൽ ഡോറാണ്. ഒന്ന് പറഞ്ഞേ. ആത്മതലങ്ങളിൽ തുറക്കപ്പെടുന്ന ഒരു ഡോറാണ്. അപ്പൊ പാപം എന്നത് ഒരു അശുദ്ധിയാണ്, അധർമ്മമാണ്, നിയമലംഘനമാണ്. സേയാമേ. അധർമ്മം അതൊരു നിയമലംഘനമാണ്. ഈ നിയമലംഘനം ആരോടാണ് നടത്തുന്നത്? പറഞ്ഞേ. ദൈവത്തോട്. പാപം എന്നുള്ളത് ദൈവത്തോട് നടത്തുന്ന നിയമലംഘനമാണ്. ഈ നിയമലംഘനം നടത്തുമ്പോൾ സംഭവിക്കുന്നത് കാര്യം, ഒരാൾ ഇവിടെ ഇല്ലീഗലായി, അല്ലെങ്കിൽ ഒരു നിയമലംഘനം അല്ലെങ്കിൽ ഇല്ലീഗൽ എന്നൊക്കെ പറയാം അല്ലേ, നിയമപരമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ഭൂമിയിൽ എന്തുണ്ട്? നിയമം ദൈവം വച്ചിട്ടുണ്ട്. ആമേൻ പറ. ദൈവമക്കൾക്ക് ദൈവം എന്ത് വച്ചിട്ടുണ്ട്? ഗ്രേസ് ഉണ്ട്. എനിക്ക് കൃപയുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നില്ല. ദൈവിക നിയമം ഉണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശയ്ക്ക് എഴുതി കൊടുത്ത ന്യായപ്രമാണമല്ല. ഇത് ആത്മാവിന്റെ നിയമമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ആത്മാവിന്റെയും ജീവന്റെയും പ്രമാണം. നമുക്കെന്തുണ്ട്? ഹോളി സ്പിരിറ്റ് നൽകുന്ന ഒരു നിയമമുണ്ട്. ആമേൻ. അപ്പൊ പാപം എന്ന സ്പിരിച്വൽ ഡോറ് ലോകത്തിലേക്കും നമ്മിലേക്കും തുറക്കപ്പെടും. ഇത് തുറക്കപ്പെടുമ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യം, ഈ ഡോറിൽ കൂടെ ചിലത് അകത്ത് പ്രവേശിക്കും. ലോകം എന്താ? ഈ വേൾഡ് എന്താ? കാണാൻ കഴിയുന്നതോ കാണാൻ കഴിയാത്തതോ? സ്പിരിറ്റ് എന്താ? ലോകം എന്നത് കാണാൻ കഴിയുന്നതും സ്പിരിറ്റ് എന്ന് പറയുന്നത് കാണാൻ കഴിയാത്തതും. അപ്പം ഞാൻ പറഞ്ഞു, പാപം എന്നത് കാണാൻ കഴിയാത്ത ഒരു സ്പിരിച്വൽ ഡോറാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ സ്പിരിച്വൽ ഡോർ ഓപ്പൺ ആകും. ഏത് മേഖലയിൽ? കാണാൻ കഴിയാത്ത
ആത്മതലങ്ങളിൽ ഡോർ ഓപ്പൺ ആകും. അത് ലീഗലായി തുറക്കപ്പെട്ട ഡോറല്ല. ആമേൻ പറഞ്ഞാട്ടെ. ലീഗലുണ്ട്, ഇല്ലീഗലുണ്ട്. ലീഗലുണ്ട്, ഇല്ലീഗലുണ്ട്. എന്താ ഇല്ലീഗൽ? ലീഗൽ. യേശു സ്നാനമേറ്റ ഉടനെ ആകാശം പിളർന്നു, സ്വർഗം തുറന്നു. അതെന്താ? ലീഗലായിട്ടുള്ള തുറക്കപ്പെടലാണ്. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മുടെ ടൈറ്റുകളും ഓഫറിങ്ങുകളും ദൈവരാജ്യത്തിലേക്ക് വിതയ്ക്കുമ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കുന്നത് ലീഗലായിട്ടുള്ള തുറക്കപ്പെടലുകളാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധി നാം പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ആത്മവിവശതയിൽ ആമേൻ ആ സ്വർഗത്തിൽ തുറക്കപ്പെടുന്ന ഓരോ പോർട്ടലുകൾ ലീഗലായ തുറക്കപ്പെടലുകളാണ്. ആമേൻ. അപ്പൊ ഇല്ലീഗൽ എന്താ? ഒരു മനുഷ്യൻ ദൈവീകമല്ലാത്ത ഒരു കാര്യം ഈ ഭൂമിയിൽ ഇരുന്ന് ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് ഡോർ ഓപ്പൺ ആകും. അത് ഇല്ലീഗൽ ആയി തുറക്കപ്പെടുന്ന ഡോറാണ്. പിടികിട്ടുന്നുണ്ടോ? ദൈവികമായി തുറക്കപ്പെടുന്നത് സ്വർഗത്തിൻ്റെയും സ്വർഗീയ പോർട്ടൽസിൻ്റെയും വാതിലാണ് തുറക്കുന്നതെങ്കിൽ ഇല്ലീഗലായി ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ തുറക്കുന്ന വാതിൽ ഈവിൾ റലത്തിൻ്റെയാണ്. ശരിയാമേ? ഏതിൻ്റെയാണ്? തിന്മയുടെ, കാണാൻ കഴിയാത്ത തിന്മയുടെ ആത്മതലങ്ങൾ തുറക്കപ്പെടും. അവിടെ 3 കിങ്ഡംസ് ആണുള്ളത്. ഒന്ന് പാപം. ശരിയാമേ? പാപം. പറഞ്ഞേ പാപം. നിങ്ങളത് നിങ്ങൾ വിഷം കാണണം കേട്ടോ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കണ്ടോണം. നിങ്ങളൊരു ആത്മതലത്തിലേക്കാണ് കാണാൻ പോകുന്നത്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, ട്രൂത്ത് പറയുകയാണ്. ആമേൻ. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഇല്ലീഗലായിട്ട് ഈവിൾ റലത്തിനകത്ത് ഒരു വാതിൽ തുറക്കപ്പെടും. അതിനകത്തൂടെ 3 കിങ്ഡംസ് ആണ് പുറത്തു വരുന്നത്. ആമേ. എത്ര കിങ്ഡം? എന്താ? സാമ്രാജ്യങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ. ആമേ, ആമേ. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒന്നാമതായി തുറക്കപ്പെടുന്നത് പാപം എന്ന കിങ്ഡമാണ്. പറഞ്ഞേ, പാപം എന്ന കിങ്ഡം. ആമേൻ, ആമേൻ. ഒരു മനുഷ്യൻ ഒരു കള്ളത്തരം കാണിക്കുക, കള്ളത്തരം ചെയ്തു. ഈ കള്ളത്തരം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇല്ലീഗലായിട്ട് എവിടെ ഡോറ് തുറക്കും? ഈവിൾ റലത്തിൽ ഒരു ഡോർ തുറക്കും. അടുത്തത് എന്ത് വരുമെന്ന് അറിയാമോ? ഈവിൾ റലത്തിൽ നിന്ന് നുണയുടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ കിങ്ഡം. ഈ പാപത്തിൻ്റെ പ്രവൃത്തിയാണ് പറഞ്ഞേ നുണ. ഒന്ന് പറഞ്ഞേ, എന്താ നുണ? പാപത്തിൻ്റെ. അപ്പൊ ഈ നുണ കയറി വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, വേറെ 2 ഏരിയയും കൂടെ കയറി വരും. എന്താണെന്നറിയാമോ? മരണവും പൈശാചിക മേഖലയും. ആമേ, ആമേ. ഒരാൾ നുണ പറഞ്ഞു, കള്ളത്തരം പറഞ്ഞു. സംഭവിക്കുന്ന കാര്യം എന്താ പറയുക? ഡോറ് തുറക്കും. അടുത്തത് നുണ എന്ന പാപത്തിൻ്റെ വലിയ കർത്തൃത്വം പുറത്തു വരും.
കിട്ടുന്നുണ്ടോ? ഒരാളായിരിക്കും ഡോർ തുറക്കുന്നത്. ഇതെങ്ങോട്ട് പോകുന്നറിയോ? നേരെ ലോകത്തിൽ കടക്കും. അനേകരെ എന്താക്കി കളയും? കള്ളത്തരത്തിനകത്ത്. കിട്ടുന്നുണ്ടോ? ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ ഡോറ് തുറക്കും. ആ ഡോറിൽ കൂടെ പാപം എന്ന സാമ്രാജ്യം പുറത്തു വരും. ആ പാപം എന്ന സാമ്രാജ്യത്തിലെ നുണ എന്ന അധികാരി എഴുന്നേക്കും. ആ അധികാരി എങ്ങോട്ട് പോകും? ലോകത്തിലേക്ക് കയറും. അവിടെയുള്ള അനേകം പേരെ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. കഴിഞ്ഞ 10 വർഷത്തിന് മുന്നമേ കേരളം എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു? ഒരിടത്തൊരു ഓപ്പണിംഗ് നടന്നേ ഉള്ളൂ, അത് എല്ലാവരിലേക്കും സ്പ്രെഡായി. ഇത് സ്പിരിച്വൽ ഡോർ വഴി, പാപം എന്ന സ്പിരിച്വൽ ഡോർ വഴി എൻ്റർ ആയതാ. ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റും. ആർക്കാ? നമുക്ക്. ആമേൻ പറ. ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? സ്പിരിറ്റ് വേൾഡിനെ കൈകാര്യം ചെയ്യുന്ന ആത്മീക സൈന്യത്തിന് കഴിയും. ദൈവസഭയെന്ന ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സഭയെന്ന ആത്മീക സൈന്യത്തിന് കഴിയും. കാരണം യേശു പറഞ്ഞു, നീ പാപത്തെ മോചിക്കപ്പെടും. നീ പാപത്തെ ഭയങ്കര അധികാരം വെളിപ്പെടുകയാണ്. സിമ്പിൾ വേടാ പോകുന്നേ, പക്ഷെ ഭയങ്കര അധികാരം വെളിപ്പെടുകയാണ്. ചിലത് പക്ഷെ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. അധികാരം വെളിപ്പെടുന്നു. ചില പ്രത്യേകമായ പാപത്തിന്റെ വാഴ്ചകളുടെ മേലുള്ള പ്രത്യേകമായ അധികാരം ചിലരുടെ മേൽ റിലീസ് ആവുകയാ. കഴിഞ്ഞ സീസണിൽ നിന്നെ കുടുക്കിക്കളഞ്ഞ മേഖലയുണ്ടല്ലോ, അതിന്റെ മേൽ നീ അധികാരം നടത്താൻ പോകുക. താങ്ക് യു ഫാദർ. അപ്പോ ശ്രദ്ധിക്കുക, പാപം എന്ന രാജ്യം എഴുന്നേൽക്കും. അതിന്റെ അധികാരിയാകുന്ന, ഇപ്പൊ നുണയാണ് പറയുന്നതെങ്കിൽ, ഒരു മനുഷ്യൻ ഒരു സെക്ഷുവൽ സിൻ ചെയ്തു, ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്നാ? ആത്മമണ്ഡലത്തിൽ നിന്ന് പാപം എന്ന വാഴ്ച എൻ്റർ ആകുന്നു. അതിൻ്റെ അധികാരത്തിലുള്ള സെക്ഷുവൽ സിന്നിൻ്റെ വലിയൊരു വ്യാപാരം എങ്ങോട്ട് പോകുന്നു? ഒരിക്കലും കഞ്ചാവ് വിൽപ്പനയും ഈ ലഹരി വിൽപ്പനയൊന്നും എങ്ങനെ നടക്കുന്നതല്ല എന്നറിയാമോ? നിങ്ങൾ വിചാരിക്കുന്നത് മാനുഷികമായിട്ട് അവർ കൊണ്ടുപോയി കൊടുക്കുന്നു, കൊണ്ടുപോയി വ്യാപാരം ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അല്ല, അവരുടെ മേൽ ഈ പാപം ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതിൻ്റെ വാഴ്ച അവരുടെ മേലുള്ളത് കൊണ്ട് ഇവർ പോലും അറിയാതെ ഇവരെന്ത് ചെയ്യും? അതിനായിട്ട് ഉപയോഗിക്കും. അമ്മേ പറഞ്ഞാട്ടെ, ഇതിനെങ്ങനെ പൊട്ടിക്കാം? സഭ ഇതൊക്കെ അറിയണം. കാരണം ഇത് വിസിബിൾ റലത്തിൽ നടക്കുന്ന സ്പിരിച്വൽ അറ്റാക്കാണ്. ആമേൻ പറഞ്ഞാട്ടെ. നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ ചുമ്മാതാണ്. അല്ല, ഇത് സ്പിരിച്വൽ അറ്റാക്കാ. പക്ഷേ ഇങ്ങനെയൊന്നും പറയല്ല, അത് നടക്കുന്നത്. ആരാ പറഞ്ഞത്? നിനവേ എന്ന ഒരു പട്ടണത്തിനകത്തേക്ക് യോന എന്ന പ്രവാചകനെ അയച്ചു. നിനവയ്ക്കകത്ത് നടക്കുന്നത് അധർമ്മവും പാപവും അശുദ്ധിയും കൊലപാതകവും മോഷണവും, ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും നടക്കുന്ന നിനവേ എന്ന പട്ടണത്തിലേക്ക് ഒരൊറ്റ പ്രവാചകനെ അയച്ച് ഒറ്റ പ്രസംഗം, അതിൽ കൂടെ നിനവേ എന്ന പട്ടണം മാനസാന്തരപ്പെട്ടു. കാരണം ഇത് വിസിബിൾ റലത്തിനകത്തുള്ള സ്പിരിച്വൽ അറ്റാക്കാണ്. നീ നേരിടാൻ പോകുകയാണ്.
നീ നേരിടാൻ പോകുക. ഈ ഫിസിക്കൽ തലത്തിൽ ചലിക്കുന്ന സ്പിരിച്വൽ വാഴ്ചകൾക്കെതിരെ, സ്പിരിച്വൽ കർത്തൃത്വങ്ങൾക്കെതിരെ, സ്പിരിച്വൽ Amen. Praise the Lord. Hallelujah. Very important. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇതിങ്ങനെ പോണം. ആമേൻ. നമ്മളെപ്പോഴും കൈയടിച്ചും എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. പകരം നമ്മൾ ചില ട്രൂത്തുകൾ, സ്പിരിച്വൽ ട്രൂത്തുകൾ അറിയണം. ഓക്കെ, അപ്പോൾ പാപത്തിൻ്റെ വാഴ്ച കയറി വരും. ഇതവരെ എന്ത് ചെയ്യും? അവരിലേക്ക് വ്യാപരിക്കും. പറഞ്ഞേ, വ്യാപരിക്കും. ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യും? സ്വാധീനിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ അതിനോടൊപ്പം ചേർന്ന് കയറി വരുന്ന രണ്ട് ആത്മതലങ്ങളിലുള്ള രണ്ട് കിങ്ഡംസ് ആണ് സാത്താനിക് കിങ്ഡം. സേയാമേ, എന്താ? സാത്താനിക് കിങ്ഡം കയറും. ഒരാൾ സെക്ഷുവൽ സിൻ ചെയ്യുമ്പോൾ, ഒരാൾ കൊലപാതകം ചെയ്യുമ്പോൾ, ഒരാൾ മോഷണം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള സ്പിരിച്വൽ തലത്തിൽ നിന്ന് സാത്താനിക് ഫോഴ്സസ് പുറത്തു വരും. ഹല്ലേലൂയ. ഒരു കാര്യം ഒന്നും കൂടെ ഞാൻ പറയാം. സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുക. അമ്മേ പറഞ്ഞേ, സാത്താനെ ഒതുക്കിയിട്ടിരിക്കുക. അവൻ്റെ പവർ എന്ത് ചെയ്തിരിക്കുക? കുറഞ്ഞിരിക്കുക, അവൻ്റെ സകല ഏരിയകളും. പക്ഷെ സംഭവിക്കുന്ന കാര്യം, പാപം ചെയ്യുമ്പോൾ ഇതിനെന്ത് വരുമെന്നറിയാമോ? പാപം എന്നത് അവൻ്റെ യാഗപീഠത്തിലെ ഓരോ യാഗവസ്തുക്കളാണ്. പിടികിട്ടുന്നുണ്ടോ? അവൻ്റെ ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ യാഗപീഠത്തിലേക്ക്, അവൻ്റെ ആൾട്ടറിലേക്ക് എന്തു പോകുന്നു? അത് അവനെ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും. അവനെ എന്ത് ചെയ്യും? അവൻ്റെ ഫോഴ്സുകൾ എന്ത് ചെയ്യും? അവന് ഈ ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടി അവൻ സെൻഡ് ചെയ്യും. ഒരു മനുഷ്യൻ ഒരു സെക്ഷുവൽ സിൻ ചെയ്യുമ്പോൾ ഈ ലോകത്തിലേക്ക് സെക്ഷുവൽ സിന്നിൻ്റെ ഒരു സ്പിരിറ്റ് കയറി വരും. ഒന്നല്ല, ഒന്നിലധികം. ഒന്നിലധികം എന്ന് പറഞ്ഞാൽ രണ്ടല്ല. എന്തുകൊണ്ടാ ദൈവം സോദോം ഗൊമോറയെ നശിപ്പിച്ചേ? അവിടെയുള്ള ജനത്തെ മാത്രം നശിപ്പിച്ചാൽ പോരെ? എന്തിനാ പട്ടണം മുഴുവൻ നിർമൂലമാക്കി കളഞ്ഞത്, ശൂന്യമാക്കി കളഞ്ഞത്? കാരണം അവർ ചെയ്ത സെക്ഷുവൽ സിന്ന് മുഖാന്തരം ആണാണോടും പെണ്ണോടുമുള്ള സ്വവർഗമായിട്ടുള്ള സെക്ഷുവൽ സിന്ന് മുഖാന്തരം കയറി വന്നത് എന്താണെന്നറിയാമോ? ആ ദേശം പൈശാചിക മേഖലകൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു പോർട്ടലായി മാറി. Say amen. Say amen. Praise the Lord. നമ്മൾ ചിലതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി നിൽക്കുക. പ്രൈസ് ലോർഡ്. കേട്ടെ, വചനം പറയുന്നു, അത് മുഖാന്തരം കയറി വരുന്ന ഒരു ഡീമോണിക് ഫോഴ്സസ് ഉണ്ട്. ഈ ഡീമോണിക് ഫോഴ്സസ് എൻ്റർ ആയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം, അവർ ചെയ്യുന്ന പ്രവൃത്തി, അവർ ലോകത്തിൽ കടന്ന് അവർ ആദ്യം വ്യക്തികളിൽ പ്രവേശിച്ച്, ആ അൺക്ലീൻ സ്പിരിറ്റുകൾ വ്യക്തികളിൽ പ്രവേശിച്ച് ആർക്കെതിരെ അറ്റാക്ക് നടത്തും? ദൈവ മക്കൾക്കെതിരെ അറ്റാക്ക് നടത്തും.
ഹല്ലേലൂയ. ദൈവ മക്കൾക്കെതിരെ വചനം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്നവൾ എന്ത് ചെയ്തു? വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കുമെതിരെ അവൻ യുദ്ധം നടത്തുകയാണ്. എന്തിനാ ഈ അൺക്ലീൻ സ്പിരിറ്റുകൾ കയറി വരുന്നേ? ഒറ്റ കാര്യം, ദൈവരാജ്യം ഭൂമിയിൽ വാഴരുത്. ആമേൻ. ദൈവരാജ്യം ഭൂമിയിൽ വാഴരുത്. അത് വാഴരുത് എന്നുള്ള പൈശാചിക അജണ്ടയാണ് പാപം മുഖേന ഈ ലോകത്തിൽ കടന്ന് നടത്തുന്ന അറ്റാക്കുകൾ. പലപ്പോഴും പല ദൈവമക്കളും ഈ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ കാര്യം, പല ദൈവമക്കളും ഈ മേഖലയെ ഒതുങ്ങിപ്പോയതിൻ്റെ കാര്യം ഈ അറ്റാക്കുകളാണ്. പലരും ഇതിനകത്ത് അടിമകളാണ്. പലരും ഈ മേഖലകളിൽ അവർ മെന്റലി ആ മേഖല ഡൗൺ ആണ്. അവർ പലരും എന്താ ചെയ്യുക? ഈ മേഖലയിൽ ഒതുക്കപ്പെട്ട് കിടക്കുക. എന്തിനാ ഈ ഏരിയ തൊട്ടത്? എഴുന്നേൽക്കാൻ വേണ്ടി. എങ്ങനെയാ പുറത്തു വരുന്നത്? പാസ്റ്ററെ ഒരു 20 ദിവസത്തെ ഫാസ്റ്റിംഗ് എടുത്താ വരുമോ? ഇല്ല. 20 ദിവസത്തെ ഫാസ്റ്റിംഗ് കൊണ്ടല്ല ഇത് നാം പുറത്തു വരുന്നത്. പകരം നമ്മൾ യഥാർത്ഥമായ സത്യം അറിയുമ്പോഴാണ് പുറത്തു വരുന്നത്. ആമേൻ. സോ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപം, മരണം, അപ്പോൾ തന്നെ സാത്താനിക് കിങ്ഡം, ഈ 3 കിങ്ഡംസ് എങ്ങോട്ട് വരുന്നു? ഭൂമിയിലേക്ക്, ലോകത്തിലേക്കും മനുഷ്യരിലേക്കും കയറി വരികയാണ്. അപ്പോ നമ്മൾ അറിയേണ്ട കാര്യം, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് നാം പാപം ചെയ്യരുത്. പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഡോറുകൾ ഓപ്പൺ ആവുകയാണ്. ഓരോ മനുഷ്യൻ ഓരോ പാപം ചെയ്യുമ്പോൾ ഈ ഡോറുകൾ തുറന്നുകൊണ്ടിരിക്കുക. തുറന്ന് വരുമ്പോൾ ഈ 3 കിങ്ഡംസ് കയറും. ഞാൻ ഈ കിങ്ഡംസിനെ കുറിച്ചൊക്കെ പിന്നെ പറയാം. ഒറ്റ കാര്യം, നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേൽക്കണം, പ്രകാശിക്കണം. എഴുന്നേൽക്കണം, പ്രകാശിക്കണം. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ എഴുന്നേറ്റാൽ, ഈ കിങ്ഡംസിന്റെ അറ്റാക്കിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ? അതിൻ്റെ മേൽ പ്രകാശിക്കാൻ കഴിയും.